ഹായ് ഗൈസ്, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലത്തെ കുറച്ച് റാൻഡം എൻ ബി സീസിനെ നമ്മളുടെ ഈ ഒരു അൺറിയൽ എഞ്ചിൻ പ്രോജക്റ്റിനകത്ത് കൊണ്ടുവരാമെന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു ഓപ്പൺ വേൾഡ് ഗെയിമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളുടെ ഈ ഒരു റാൻഡം എൻ ബി സീസിനെ ആവശ്യം വരും. നിങ്ങളിപ്പോൾ ജി ടി ഒക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ജി ടിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിലും അറിയാം. അതിനകത്ത് നമുക്ക് കുറേ എൻ ബി സീസ് ഉണ്ടാവും, പല സ്റ്റൈലിൽ, അതുപോലെ തന്നെ പല ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള കുറേ എൻ ബി സീസ് ഉണ്ടാവും. സോ അപ്പം നമുക്ക് എങ്ങനെ ഈ അൺറിയൽ എഞ്ചിനകത്ത് അതുപോലെ കുറച്ച് റാൻഡമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കുറച്ച് എൻ ബി സീസിന് ഇതുപോലെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനത് അതിനായിട്ട് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കണ്ടൻറ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. കണ്ടൻറ് ബ്രൗസറിൽ പോയതിനു ശേഷം നമ്മളുടെ തേർഡ് പേഴ്സൺ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ബ്ലൂ പ്രിൻസിൽ നമ്മളുടെ ഒരു ബി പി തേർഡ് പേഴ്സൺ ക്യാരക്ടർ എന്ന് പറയുന്ന ബ്ലൂ പ്രിൻറ്റ് ക്ലാസ് കാണാൻ സാധിക്കും. അത് നമ്മളുടെ പ്ലെയറിൻ്റെയാണ്. നമ്മളപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ സി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക പുതിയത്. അതിന് ഞാൻ എൻ പി സി എന്ന് നെയിം കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ചതിനെ പേസ്റ്റ് ചെയ്യണം. നമ്മുടെ തേർഡ് പേഴ്സൺ ക്യാരക്ടറിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ക്ലാസ്സിന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ഒരു എൻ പി സി എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഇടുക. അതിനുശേഷം അതിനെ റീനെയിം ചെയ്തിട്ട് എൻ പി സി എന്നാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനൊന്ന് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഇവൻറ്റ് ഗ്രാഫ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഫുൾ നോട്ട്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം അതുപോലെ തന്നെ ക്യാമറ ബൂമും ക്യാമറയും നമുക്ക് റിമൂവ് ചെയ്തിടാം. ക്യാമറ ബൂമിൻ്റെയും ക്യാമറയുടെ ആവശ്യമില്ല. നമുക്ക് അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കസ്റ്റം ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കസ്റ്റം ഇവൻറ്റിൻ്റെ നെയിം കൊടുക്കുന്നത് ഞാനിവിടെ റാൻഡം വോൾക്ക് എന്നാണ് നെയിം കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് എ ഐ മൂവ് ടു എന്ന് പറയുന്നൊരു നോഡുണ്ട്. ആ ഒരു നോഡിനെ എടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പൗൺ എന്നുള്ളതിനെ ഡ്രാഗ് ചെയ്തിട്ട് സെൽഫ് റെഫറൻസ് തന്നെ എടുക്കണം. ഈ ഒരു ബ്ലൂ പ്രിൻറ്റ് ക്ലാസ്സിൻ്റെ സെൽഫ് റെഫറൻസ് തന്നെ എടുക്കണം. അതിനുശേഷം ഡെസ്റ്റിനേഷൻ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ എക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എടുത്തിട്ട് ഗെറ്റ് റാൻഡം റീച്ചബിൾ പോയിൻ്റ്. ഓക്കെ, അതായത് എക്ക് റാൻഡമായിട്ട് കുറച്ച് പോയിൻറ്റ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട. എങ്ങോട്ടെങ്കിലുമൊക്കെ അതിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്ക് അല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഗെറ്റ് റാൻഡം റീച്ചബിൾ പോയിന്റ്സ് റേഡിയസ് എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്കിപ്പോൾ അവിടെ ഒരു റേഡിയസ് ജസ്റ്റ് എന്തിനു വേണ്ടി ലോങ്ങിൽ ഇതിന് പോകാൻ പറ്റുന്നുള്ളൂ. ഞാൻ അവിടെ ഒരു 2500 കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു ഒറിജിനലിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഗെറ്റ് ആക്ടർ ലൊക്കേഷൻ, അതായത് നമ്മളുടെ ഒരു ആക്ടറിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ടാർഗറ്റ് സെൽഫാണുള്ളത്, അതായത് ആ ഒരു ക്യാരക്ടറിനെ തന്നെ, അതായത് ഈ ഒരു എൻ പി സി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സെൽഫിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ എടുത്തത്. അതുപോലെ നമ്മളിനി ചെയ്യാനുള്ളത് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഓൺ സക്സസിൽ ഡ്രാഗ് ചെയ്തിട്ട് റാൻഡം വോൾക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇവൻ്റ് ഇല്ലേ, ആ ഒരു ഇവൻറ്റിനെ ഈ ഒരു സക്സസ് ആവുന്നതെന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മളത് കമ്പൈൽ ചെയ്തതിന് ശേഷം ലെവലിലേക്ക് വന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ലെവലിലേക്ക് നാവ് മെഷ് എന്ന് പറയുന്നൊരു ക്ലാസ്സിന് ആഡ് ചെയ്യാനുണ്ട്. കാര്യം ആ നാവ് മെഷ് ഉള്ളിടത്തേക്ക് മാത്രമേ നമ്മളുടെ ഒരു എ ഐ, അതായത് എൻ പി സിക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റൺ ചെയ്യാനായാലും വോൾക്ക് ചെയ്യാനായാലും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നാവ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നാവ് മെഷ് ബൗൺസ് വോളിയം എന്ന് പറയുന്നൊരു ക്ലാസ് കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെവലിലേക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ആ ഒരു ബോക്സിന് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു ലെവലിൽ ഫുള്ള് വെച്ച് കൊടുക്കണം. കാര്യം എന്നാലേ ഈ ഒരു ലെവലിൽ ഫുള്ള് ആ ഒരു എൻ ബി സിക്ക് വോൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഞാനിപ്പോൾ ഇവിടെ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് ടോപ്പ് വ്യൂ പോയിട്ട് ആ ഒരു നാവ് മെഷിൻ്റെ സൈസ് ഞാൻ ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളെ ഒരു ലെവലിൻ്റെ അത്രയും തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പെർസ്പെക്റ്റീവ് മാറ്റി ടോപ്പ് വ്യൂ പോയാൽ കുറച്ചുകൂടെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാകും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നല്ലൊരു വ്യൂ കിട്ടും ടോപ്പിൽ നിന്നാകുമ്പോൾ. അതിനുശേഷം ഞാൻ തിരിച്ച് പെർസ്പെക്റ്റീവ് തന്നെ പോയിട്ട് പി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കീബോർഡിൽ പി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു നാവ് മെഷിൻ്റെ പ്രിവ്യൂ മോഡിലേക്ക് മാറും. അത് പ്രിവ്യൂ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളത് ലെവലിലേക്ക് താത്ത് വെച്ചിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഒരു ലെവൽ ഫുൾ ഒരു പച്ച കളർ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് ഈ ഒരു പച്ച എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഒരു എക്ക് വോൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ലെവലിലേക്ക് നമ്മളുടെ ഒരു എൻ പി സി ക്യാരക്ടേഴ്സിനെ നമ്മളുടെ കണ്ടൻറ് ബ്രൗസറിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ ഒരു എററുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു എൻ ബി സീസ് ഒന്നും വോൾക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റാൻഡം വോൾക്ക് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിനെ കോൾ ചെയ്യുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. അതിന് ഞാനിവിടെ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഇവൻറ്റ് ബിഗിനിങ് പ്ലേ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യും. അന്നേരം നമ്മളുടെ ഒരു റാൻഡം വോൾക്ക് എന്ന് പറയുന്ന ഇവൻറ്റിനെ കോൾ ചെയ്യണം. ഓക്കെ, ഇനി ഒന്ന് കമ്പൈൽ ചെയ്തിട്ട് സേവ് ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മളുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഒരു ജി ടി എല്ലൊക്കെ കാണുന്ന പോലെ എൻ ബി സീസ് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാൾക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ
അവിടുന്ന് മാറിയിട്ട് അടുത്ത സൈഡിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.